മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു അവല് കപ്പ നനച്ചെടുത്താലോ. ആദ്യം കപ്പ ചെറുതായിട്ട് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കണ്ടോ? അരിഞ്ഞിട്ട് അത് വാട്ടി വെയിലത്തിടുക. വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. കണ്ടോ? എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ വെയിലത്തിട്ട് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇപ്പോൾ തിന്നാനാണെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് തേങ്ങയും തിരുമ്മിയെടുക്കാം. എന്നിട്ട് ആ പൊടിച്ചെടുത്തത് നമുക്ക് ഇതാ ഇതുപോലെ തേങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് യോജിപ്പിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. അവല് കപ്പ നനച്ചത് കണ്ടോ? നമുക്ക് എന്നിട്ട് ഇതുപോലെ നനച്ചെടുക്കാം. തേങ്ങയൊക്കെ ഇട്ടിളക്കി. എന്ത് രുചിയാണെന്നറിയാം തിന്നാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് അരിഞ്ഞ് വാട്ടി വെയിലത്തിടുക. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കണമെന്നില്ല, ചിലത് നല്ലപോലെ ഇട്ട് അങ്ങ് ഇളക്കിയാലും മതി. ഉണ്ടോ? എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. തേങ്ങായും പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും. നല്ലൊരു പലഹാരമാണ്. നല്ല രുചി എന്ന് പറഞ്ഞാലും പോരാത്ത നല്ല രുചിയുള്ള. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചി. ഉണ്ടോ? നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഒന്ന് പൊടിച്ചെടുത്തിട്ട് തേങ്ങയെല്ലാം കൊണ്ടിട്ട് ഇളക്കി പെട്ടെന്നൊരു പലഹാരം. ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ കാലത്തുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ളവരാരും ഉണ്ടാക്കൂല. ഉണ്ടോ? എന്ത് രുചിയാണെന്നറിയാം. നമുക്കെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉണ്ടോ? നോക്കാം. നിങ്ങൾ കൂടുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ പോരെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. ഉണ്ടോ? അവല് കപ്പ നനച്ചത്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഉണ്ടോ? അവല് കപ്പ നനച്ചത്. അവല് നനയ്ക്കുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാം. തേങ്ങയും പഞ്ചസാരയും എല്ലാം കൊണ്ടിട്ട് ഇളക്കി അധികം പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. കണ്ടോ? എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും എല്ലാം കൊണ്ടിട്ട് ഇളക്കി
ആ കപ്പ ഉണ്ടാക്കുന്ന രീതി, അവൽ കപ്പ ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ പറയാം. കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് തീരെ കനം കുറച്ചരിയണം. ഏറ്റവും കനം കുറഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്. കനം കുറച്ചരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് വാട്ടി വെയിലത്തിടുക. വെയിലത്തിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് പല്ലുള്ളവർക്കാണ് ഇട്ട് ഇളക്കിയാലും മതി, അല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങ, പഞ്ചസാര, ഏലക്ക പൊടിച്ചത് എല്ലാം കൊണ്ട് ഇട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് നല്ല രുചി എന്ന് പറഞ്ഞാലും പോരാത്ത രുചി. കണ്ടോ, തിന്നാലും മതി വരും, അത്രയ്ക്കും രുചിയാണ്. അവലിനേക്കായി രുചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. തേങ്ങയും ഏലക്കയെല്ലാം ഇട്ട് ഇളക്കിയിട്ടെടുക്കാം. എല്ലാവരും ചെയ്തു നോക്കണേ. നല്ല പച്ച കപ്പ കൊണ്ട് നമുക്ക് അവൽക്കപ്പയാക്കിയെടുക്കുക. കപ്പ വിളയിക്കുന്നോണം നമുക്ക് കപ്പ കൊണ്ട് നമുക്ക് അവലക്കപ്പ ഉണ്ടാക്കി. അവൽ നനയ്ക്കുന്നോണം തേങ്ങ, പഞ്ചസാര എല്ലാം കൊണ്ടിട്ട് ഇളക്കി നല്ല രുചിയുള്ളൊരു പലഹാരം. എന്ത് രുചിയാണെന്നറിയാം കഴിക്കാൻ. അവല് കപ്പ നനച്ചത്. ഉണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വാട്ടി വെയിലത്തിട്ടിട്ട് ഉണ്ടോ, എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക, പൊടിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങയും പഞ്ചസാരയോ കൽക്കണ്ടോ വെല്ലോ ശർക്കരയോ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം.
എന്നിട്ട് നമുക്കത് പൊടിച്ചെടുത്തിട്ട് ഒരു തേങ്ങയും ഏലക്കായും പഞ്ചസാരയും എല്ലാം കൊണ്ടിട്ട് ഇളക്കി അവൽ കഴിക്കുന്ന പോലെ നമ്മൾ അവലും ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയല്ലേ, അതുപോലെ ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഉണ്ടോ? തിന്നാലും മതി വരും, അത്രയും രുചിയാണ്. എൻ്റെ ചാനലിന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. തേങ്ങ തിരുമ്മിയ തേങ്ങയുടെയാണ് കേട്ടോ ഈ കറുത്തത്. എല്ലാവരും വിചാരിക്കും തേങ്ങയുടെ ഉണക്കത്തേങ്ങയായിരുന്നു എടുത്തത്. അവൽ കപ്പ നനച്ചത്. അതിൻ്റെ രുചിയാണെന്നറിയാം, തിന്നാലും മതി, ഒരു അത്രയ്ക്കും രുചിയാണ്.
അടുത്തെങ്ങും ആരും ഉണ്ടാക്കാത്തൊരു പലഹാരം ഞങ്ങളുണ്ടാക്കലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കപ്പ ഇതുപോലെ അരിഞ്ഞ് ഞങ്ങൾ ഉണക്കും. ഏത് രീതി വേണമെങ്കിലും ഞങ്ങൾ കപ്പ കൊണ്ടുണ്ടാക്കും. കപ്പ ഉപ്പേരി ഉണ്ടാക്കും, അത് ഉണക്കി വെക്കും. അവല് കപ്പ, വാട്ടക്കപ്പ, വെള്ളക്കപ്പ, അങ്ങനെ കപ്പ കൊണ്ട് പല സൈസ്. എന്നാലും ഞാൻ ഉതിരുണ്ടാക്കിയില്ലേ, ഇനിയും ഒരു ദിവസം പിടി ഉണ്ടാക്കുന്നുണ്ട് കപ്പയും കൊണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ.